തിരുപ്പിറവി ആഘോഷിച്ച് സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങൾ പാതിരാ കുർബാനയിൽ പങ്കെടുത്ത ആയിരങ്ങൾ. നാടും നഗരവും ആഘോഷ ലഹരിയിലാണ്. കൊച്ചിയിൽ നിന്ന് വിനയ രാജാണ് ക്രിസ്തുമസ് വിശേഷങ്ങൾ പറയാനായി നമ്മളോടൊപ്പം ചേരുന്നത്. വിനയ, ഹാപ്പി ക്രിസ്മസ്. എവിടെയാണ്, എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസമായിട്ട്, എന്തൊക്കെയാണ് വിനയയുടെ പ്ലാനുകൾ? ഒപ്പം എന്തൊക്കെ നടക്കുന്നു? കേരളത്തിൽ എങ്ങനെയുണ്ട് ആഘോഷം? അതിൽ തന്നെ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് നേരുകയാണ്. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിറ്റിൽ ഫ്ലവർ ചർച്ച് എളംകുളത്താണ്. ഇവിടെ ചർച്ചിൽ ഇപ്പോഴും ഈ ശുശ്രൂഷകളടക്കം തന്നെ, പ്രാർത്ഥനാ ശുശ്രൂഷകളടക്കം തന്നെ നടന്നു വരികയാണ്. പ്രധാനമായും ഈ തിരുപ്പിറവിയുടെ ഓർമ്മകൾ പങ്കുവച്ച് ക്രൈസ്തവർ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പക്ഷേ ജാതിഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചത് എങ്ങനെയുണ്ട് കേരളത്തിലെ ക്രിസ്മസ് എന്നത്. എറണാകുളത്തെ ക്രിസ്മസ് എന്നതും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ക്രിസ്മസ് ആഘോഷം വൈബാക്കുക തന്നെയായിരുന്നു കൊച്ചിക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളടക്കം നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. അതായത് ഈ ബ്രോഡ്വേയിൽ ക്രിസ്മസ് വിശേഷങ്ങളടക്കം തന്നെ നമ്മൾ ചെയ്തതാണ്. അത്രത്തോളം വൈബിൽ തന്നെയാണ് ക്രിസ്മസ് ആഘോഷങ്ങളുമായി കൊച്ചിക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളടക്കം തന്നെ വിവിധ പള്ളികളിൽ നടന്നിട്ടുണ്ടായിരുന്നു. എറണാകുളം സീറോ മലബാർ സഭയിൽ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടയിലായിരുന്നു ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്. നിരവധി പേരായിരുന്നു ഈ പാതിരാ കുർബാനയ്ക്കായി എത്തിയിട്ടുണ്ടായിരുന്നത്. ഓരോ പള്ളികളിലും അത്രത്തോളം ആളുകളായിരുന്നു ഈ പാതിരാ കുർബാനയ്ക്ക് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. വർഷത്തിന്റെ അവസാനം വരുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നത്. അതുകൊണ്ട് തന്നെ അത് കാത്തിരുന്ന് അല്ലെങ്കിൽ അത്രയും ആഘോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തന്നെയുണ്ട്. ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിൽ തന്നെ ഇരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ക്രിസ്മസ് ആഘോഷങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വിനയ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുമ്പോൾ, ഞാൻ കോഴിക്കോടുകാരനാണ്, വിനയ പാലക്കാടാണ്. ഈ ക്രിസ്മസ് എന്നുള്ള ആഘോഷമൊക്കെ ശരിക്കും പറഞ്ഞാൽ വടക്കൻ ജില്ലകളിൽ ഉണ്ട്, സ്വാഭാവികമായും ഉണ്ട്. പക്ഷേ സാധാരണ നിലയിൽ ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ നമ്മൾ പെരുന്നാളൊക്കെയാണ് വലിയ രീതിയിൽ ആഘോഷിക്കുക. ഈ പാലക്കാടൊക്കെ എങ്ങനെയാണ്? ഈ ക്രിസ്മസ് ഒക്കെ വലിയ ആഘോഷമാണോ? പാലക്കാട് ക്രിസ്മസ് വലിയ ആഘോഷം തന്നെയാണ്. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്രത്തോളം ആഘോഷം പാലക്കാടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഞാൻ ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നിട്ട് ഒരു വർഷമായി. പക്ഷേ എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് കൊച്ചിയിലേത്. ഇവിടെ വലിയ രീതിയിൽ തന്നെയാണ് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. ഈ ക്രിസ്മസിൻ്റെ ഈ ഒരു ഡിസംബർ മാസം, ഡിസംബർ തുടങ്ങുന്നത് മുതൽ തന്നെ ഈ ക്രിസ്മസിനും പുതുവത്സര ആഘോഷത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഈ ബ്രോഡ്വേ പോലുള്ള ചന്തകളടക്കം ഞാൻ കൊച്ചിയിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. പാലക്കാട് ഇത്രത്തോളം ആഘോഷമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ഞാൻ കാണാത്തതായിരിക്കും. പക്ഷെ എൻ്റെ ഒരു അറിവിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. ഇത്രത്തോളം വൈബായി കൊണ്ടുപോകുന്നത് ക്രിസ്മസ് ആണെങ്കിലും പുതുവത്സരമാണെങ്കിലും ഒക്കെ അതെനിക്ക് തോന്നുന്നു കാണാത്തതാവാനേ സാധ്യതയുള്ളൂ. കാരണം എന്താ പറയുക, കോഴിക്കോട് മിഠായി തെരുവൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കോഴിക്കോട്ടുകാർ ചിലപ്പോൾ ഇതിന്റെ താഴെ തന്നെ ചിലപ്പോൾ കമന്റുമായി വരും. കാരണം ബ്രോഡ്വേയുടെ ഒപ്പം നിൽക്കും കോഴിക്കോട്ടെ ഈ ആഘോഷങ്ങൾ വരുമ്പോൾ മിഠായി തെരുവ്. ഞാൻ പാലക്കാടിന്റെ കാര്യമാണ് പറഞ്ഞത്. കോഴിക്കോടിന്റെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പൊതുവേ ഒന്ന് പറഞ്ഞതാ, പറയാൻ പറ്റുള്ളൂ. ഞാൻ പാലക്കാട് മാത്രമാണ് പറഞ്ഞത്. എനിക്കറിയാം കോഴിക്കോടും വളരെ നല്ല ആഘോഷം തന്നെയാണ്. കാരണം കോഴിക്കോട് ഞാൻ പഠിച്ചതാണ്. മിഠായി തെരുവിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് വരുമ്പോൾ ഈ മിഠായി തെരുവ്, ബ്രോഡ്വേ, കൂടാതെ ചാല മാർക്കറ്റ്, തിരുവനന്തപുരത്തുള്ള ചാല മാർക്കറ്റ് ആയിരിക്കും ഏറ്റവും വലിയ അല്ലെങ്കിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും ഇവയെല്ലാം തന്നെ. അത്തരത്തിൽ ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ട്രീകളും വിവിധ വലിപ്പത്തിലും നിറത്തിലുമുള്ള നക്ഷത്രങ്ങളടക്കം തന്നെ കാണുന്നതൊക്കെ ഈ സ്ഥലത്താണ്. പക്ഷെ ഞാൻ ഇതിനെ വെച്ച് നോക്കുമ്പോഴാണ് പറഞ്ഞത് പാലക്കാട് ഇത്തരത്തിലൊരു മാർക്കറ്റൊന്നും പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് തന്നെ പാലക്കാടിനെ വെച്ച് നോക്കുമ്പോൾ ഈ കോഴിക്കോടാണെങ്കിലും എറണാകുളം ആണെങ്കിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കൂടാതെ തന്നെ ഈ ക്രിസ്മസിന്റെ ഭാഗമായി ഈ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കൽ, കൂടാതെ മഴമരം തുടങ്ങിയ നിരവധിയായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതെല്ലാം തന്നെ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. എറണാകുളത്താണ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് എത്തി നിൽക്കുന്നത്. കൊച്ചിക്കാരാണ് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് വൈബാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. സത്യം, ഞാൻ അതിനോട് വിനയയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ക്രിസ്മസ്, ഈസ്റ്റർ
ഇതൊക്കെ വലിയ ആഘോഷമാക്കി തീർത്തത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഈ ക്രിസ്മസ് കഴിഞ്ഞ് ഇന്നത്തെ ഈ ദിവസം അങ്ങനെ കഴിഞ്ഞ് ന്യൂ ഇയർ കൂടി വരുമ്പോൾ, പുതുവർഷം കൂടി വരുമ്പോൾ ഈ ആഘോഷമൊക്കെ ഒന്ന് കൊഴുക്കും. അതായത് ഈ ഒരാഴ്ച കെങ്കേമമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ആഘോഷിക്കാനുള്ളൊരു വകയുണ്ട്, പക്ഷെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ക്രിസ്മസ് വാർത്തകളുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ ആഘോഷങ്ങൾ പിന്നീട് അങ്ങോട്ട് നിൽക്കുന്നുമുണ്ട്. ആഘോഷിക്കാൻ വകയുണ്ട് പിന്നെ. തീർച്ചയായും ഈ ഒരാഴ്ച എന്തായാലും കൊച്ചിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ആഘോഷം തന്നെയാണ്. ഇന്നിപ്പോൾ രാത്രിയാണ് ഈ മഴവരത്തിൽ ലൈറ്റ് വരുന്നത്. അത് എന്ത് കളർ ലൈറ്റ് ആണെന്നുള്ള ആകാംക്ഷയിലാണ് ഈ പ്രേക്ഷകരെ പോലെ തന്നെ നമ്മളും ഉള്ളത്. അങ്ങനെ ഈ ക്രിസ്മസ് ഈ ഡിസംബർ മാസം വന്നതോടുകൂടി തന്നെ കൊച്ചിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ആഘോഷിക്കാൻ തന്നെയായിട്ടുള്ള ഒരു മാസമായി തന്നെയാണ് കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായി ക്രൈസ്തവർ മാത്രമല്ല ഒരു പക്ഷേ ക്രിസ്മസ് കൊച്ചിയിൽ ആഘോഷിക്കുന്നത്. എല്ലാ അല്ലെങ്കിൽ ജാതി ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഘോഷമായി ക്രിസ്മസ് മാറിയിരിക്കുകയാണ്. ഈ പ്രധാനമായും ഈ പ്രാർത്ഥനകളെല്ലാം നടക്കുമ്പോൾ, ഈ പള്ളികളിൽ പ്രാർത്ഥനകളെല്ലാം തന്നെ നടക്കുമ്പോൾ ക്രൈസ്തവരെ മാത്രമായിരിക്കില്ല ഒരുപക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുക. നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിന് കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അടക്കം എത്തുന്ന ഒരു കാഴ്ച അടക്കമുണ്ട്. അത്തരത്തിൽ കൂടാതെ ഈ രാത്രിയാണെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള ഈ പള്ളികളിലാണെങ്കിലും മറ്റും ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ക്രിസ്മസ് ആഘോഷമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ക്രിസ്മസ് ഇന്ന് നടക്കുകയാണ്. എല്ലാവരും ഇപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയാണുള്ളത്. പള്ളികളിൽ ഇപ്പോഴും പ്രത്യേക പ്രാർത്ഥനകളടക്കം നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് രാവിലെ നടക്കുന്ന കുർബാനയാണ്. രാവിലെ നടക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പാതിരാ കുർബാന അടക്കം നടന്നിരുന്നു. ഈ പാതിരാ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഈ ആത്മീയതയുടെയും ആഘോഷത്തിന്റെയും ഈ ദിനത്തിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശമാണ് ഈ ക്രിസ്മസിന്റെ ഭാഗമായി നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. ക്രിസ്മസ് എന്നത് പുതിയ സാധ്യതകളുടെ തുടക്കമാണ്. അത് ക്രിസ്മസ് ആഘോഷങ്ങൾ തുടരുകയാണ്. ഇന്നാണ് ക്രിസ്മസ് എങ്കിലും ഈ ഒരു ഡിസംബർ മാസം തുടങ്ങിയത് മുതൽ തന്നെ ഈ ക്രിസ്മസ് ആഘോഷവുമായി ക്രൈസ്തവർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. ക്രൈസ്തവർ മാത്രമല്ല എല്ലാവരും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വീടുകളിലും പള്ളികളിലുമായി എല്ലാവരും ആഘോഷങ്ങളിൽ ഒന്നിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇനിയിപ്പോൾ ഈ പ്രത്യേക പ്രാർത്ഥനകളടക്കം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പിന്നീട് വിരുന്ന് പോകുന്ന ദിവസങ്ങൾ ഒക്കെ വിരുന്ന് പോകുക അല്ലെങ്കിൽ ആഘോഷിക്കുന്ന കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്ന ഒരു ദിവസമായി ക്രിസ്മസിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾ പൊടിക്കുക തന്നെയാണ് പ്രധാനമായും ചെയ്യുന്നത്. ശരി, വിനയരാജാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിനയയുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. വിനയയുടെ പാലക്കാട് ഓർമ്മകൾ, പാലക്കാടുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെ വിനയെ സംബന്ധിച്ച് ഈ കൊച്ചി ബ്രോഡ്വേ പോലെ അത്രയും വലിയൊരു ചന്തയൊന്നും പാലക്കാട് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കോഴിക്കോട് അങ്ങനെയല്ല കേട്ടോ. മിഠായിത്തെരുവുണ്ട്. ഈ ബ്രോഡ്വേയോട് ഒന്നിച്ച് തന്നെ അങ്ങനെ കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന മറ്റൊരു മാർക്കറ്റാണ്. അത് വലിയൊരു ചരിത്രം ഒക്കെ പറയുന്ന ഒരു മാർക്കറ്റാണ്. ബ്രോഡ്വേക്കുമുണ്ട് അത്രത്തോളം ചരിത്രം പറയാൻ. അപ്പോൾ കാലങ്ങളായി ആഘോഷിച്ച് വരികയാണ് ഈ മാർക്കറ്റുകൾ. അതായത് സംസ്ഥാനത്തുള്ള എല്ലാ ചന്തകളും ക്രിസ്മസ് വിപണി ക്രിസ്മസ് അടുത്തതോടുകൂടി നല്ല രീതിയിലുള്ള കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ വിനയരാജിൻ്റെ വിശേഷം, വിനയരാജ് കൊച്ചിയിലെ വിവരങ്ങൾ കൂടിയാണ് ഇതോടൊപ്പം നൽകിയത്. ക്രിസ്മസ് അങ്ങനെ പൊടി പൊടിക്കുകയാണ്. ക്രിസ്മസ് ദിനത്തിൽ നിരവധി ആഘോഷങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പാതിരാ കുർബാനയോടെ തന്നെ ഈ ക്രിസ്മസിലേക്ക് ക്രിസ്തുമത വിശ്വാസികൾ കടന്നു. ഇന്നിപ്പോൾ രാവിലെയും കുർബാനയുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ ക്രിസ്മസ് ആഘോഷത്തിനുള്ള മണിക്കൂറുകളാണ്. ഈ ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ച് നോമ്പടക്കമുണ്ട്. ആ നോമ്പൊക്കെ അവസാനിപ്പിച്ച് ഈ യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുക, ജന്മസ്മരണകൾ കൊണ്ടാടുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ ക്രിസ്മസ് ദിനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത്.